സോറി. ഇന്ന് നമ്മളുള്ളത് മുംബൈയിലാണ്. പിന്നെ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. പഠിപ്പിലെത്തുണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഇവിടെ ഇവന്റ്. സോറി ഇതാണ് നമ്മുടെ ടാഗ്. എൻ്റെ പേരൊക്കെ ഉണ്ട്, ഞാൻ ഒച്ചുണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ ഒരു ഇവന്റിൽ വന്ന് പങ്കെടുക്കാൻ പറ്റുന്നത് തന്നെ ഭയങ്കര വലിയ ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളുള്ളത് മുംബൈയിലാണ്. ഞങ്ങൾ ഇന്നലെ മുംബൈയിലേക്ക് വന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഷിപ്പ് റോക്കറ്റിൻ്റെ ഒരു ഇവൻ്റ് ഉണ്ട്. ഇവൻ്റ് നടക്കുന്നത് പോവായി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ലേക്ക് വ്യൂ ഒക്കെയാണ് ഉള്ളത്. വെസ്റ്റ് ലൈൻ ഹോട്ടൽ അങ്ങനെ എന്താണ് ഹോട്ടലിൻ്റെ പേര്, എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇവൻ്റ്. അപ്പോൾ നമ്മൾ ഷിപ്പ് റോക്കറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾഫിൽമെൻറ്റിനും അതുപോലെ തന്നെ നമ്മുടെ 1 ക്ലിക്ക് ചെക്കൗട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ഷിപ്പ് റോക്കറ്റാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇവൻറ്റിന് ഇവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത്. കുറേ അധികം ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ അധികം CEOs ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. മെറ്റയുടെ ആൾക്കാർ, അങ്ങനെ കുറേ അധികം ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം തന്നെ പോയിട്ട് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ട്, അത് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വ്യൂ ഒക്കെ കാണാം. ഭയങ്കര അടിപൊളി ഹോട്ടലാട്ടോ, ഒന്നും പറയാനില്ല. ഓക്കെ, നമുക്കിവിടെ ലേക്ക് വ്യൂ ഒക്കെ ഉണ്ട് നേരെ. പിന്നെ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇല്ലെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പിന്നെ ഇത് നമ്മുടെ മെറ്റാ ഗ്ലാസ് ആണ്. പഠിപ്പിലൊക്കെ ഉണ്ടെന്ന് ഇത് വെച്ചിട്ട് എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും അപ്പോൾ പോയി രജിസ്റ്റർ ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പം പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് ഇച്ചിരി ലൂസ് ഉണ്ട് സത്യം പറഞ്ഞാൽ. കുറേ അധികം ആൾക്കാരുണ്ട് കേട്ടോ, വലിയ കുറേ അധികം ആൾക്കാരുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ ഒരു ഇവൻറ്റിൽ വന്ന് പങ്കെടുക്കാൻ പറ്റുന്നത് തന്നെ ഭയങ്കര വലിയ ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ നിന്ന് നമ്മൾക്ക് കുറേ ഇൻസൈറ്റ്സ് കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇവിടെ കാണാം കുറേ അധികം ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇവരെല്ലാവരും ഈ ഒരു ഇവൻറ്റിന് വന്നവരാണ്. നമ്മൾ 3 പേരായിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ ടീമുണ്ട്, ജോജിനും ഉണ്ട്, എൻ്റെ ചേട്ടനും ഉണ്ട്. അവരിതിൻ്റെ പുറകയിലുണ്ട്. ഞാൻ ഇതിൽ കൂട്ടിയിട്ടില്ല. അടുത്ത കുറച്ച് കഴിയുമ്പോഴേക്കും വരണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞാണ് നമുക്ക് ഒരു QR കോഡൊക്കെ കിട്ടി. ജസ്റ്റ് ഇനി നമ്മൾ ആ ടാഗും കാര്യങ്ങളും വാങ്ങിച്ചാൽ മതി. നമുക്കത് പോയി വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യാൻ വന്നേക്കണതാണ്. ഇവിടെ സെൽഫ് രജിസ്ട്രേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഇന്ന് നമ്മൾക്ക് അതിൻ്റെ ടാഗും കാര്യങ്ങളും വാങ്ങിക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്ക് ടാഗ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടാഗ്. ഓക്കെ, എൻ്റെ പേരൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ ഒഫീഷ്യലി ഈ ഒരു ഇവൻറ്റിന് പാർട്ടായിട്ടുണ്ട്. പിന്നെ ഒരു മാസ്റ്റർ ക്ലാസ് പാസ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്താണ് ഇതിൽ പറയുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. കുറേ അധികം ആൾക്കാരുള്ളതുകൊണ്ട് എല്ലാവരും രജിസ്ട്രേഷൻ ചെയ്യണം, എന്നിട്ട് വേണം നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്കിനി അടുത്ത കാര്യത്തിലോട്ട് എടുക്കാം. ഓക്കെ, ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റഷാണ്. നമുക്കിനി ഓരോ ആൾക്കാരെ മീറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് ബാക്കിയുള്ള സ്ഥലം കൂടി ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഓക്കെ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഇവിടെ ഇവിടെ ഒരു ഘട്ടം ഘട്ടമായിട്ടാണ് ഇവൻറ്റ്സ് നടക്കുന്നത്. ഓരോ സ്ഥലത്ത് ഓരോ ആൾക്കാരുണ്ട്. ഇവിടെ ബാങ്കിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. ഇവിടെ ആമസോൺ സ്മാർട്ട് കൊമേഴ്സിൻ്റെ ആൾക്കാരുണ്ട്. ഇവരൊക്കെ ആയിട്ട് നമുക്ക് സംസാരിക്കാം. ഇവർ തരുന്ന സർവീസസ് നമുക്ക് എന്താണെന്നൊക്കെ നോക്കാവുന്നതാണ്. ഓക്കെ, പറഞ്ഞ പോലെ ഭയങ്കര തിരക്കാണ്, എല്ലായിടത്തും ഭയങ്കര തിരക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര അവിടെ ഫുൾഫിൽ ഉണ്ട്. മെയിൻ സപ്ലയർ ആയിരുന്നു. ഞങ്ങൾ ചൈനയിൽ നിന്ന് പ്രൊഡക്ട്സ് കൊണ്ടുവരാനായിട്ട് ഞങ്ങളുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഞങ്ങൾ ഉപയോഗിച്ചത് ഫുൾഫിലാണ്.
ഇപ്പൊ നമുക്ക് വേറെ കുറച്ച് സപ്ലയേഴ്സ് ഉണ്ട്, ബട്ട് ചെറിയ പാർട്ട് മാത്രമേ വി ഫുൾഫിൽ ചെയ്യണുള്ളൂ. ബാക്കി മിക്കതും നമ്മൾ വേറെ കുറച്ച് സപ്ലയേഴ്സിനെ വെച്ചാണ് ചെയ്യുന്നത്. ബട്ട് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മളെ കുറെ ഹെൽപ്പ് ചെയ്താണ് ഈ വി ഫുൾഫിൽ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം. അവരുടെ സംഭവം ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിലൊക്കെ കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒച്ചുണ്ടാക്കാൻ പറ്റില്ല, ഇവിടെ ഭയങ്കര കുറെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഇവിടെ ഷിപ്പ് റോക്കറ്റിന്റെ CEO ആണ് സംസാരിക്കുന്നത്. അവിടെ ഇതാണ് ശരിക്കും ഇവന്റ് ഇട്ടു. ഇത് നിങ്ങൾ കാണാവുന്നതാണ്. ഇവിടെ CEO ഓഫ് ഷിപ്പ് റോക്കറ്റും പിന്നെ ഫൗണ്ടറും അവിടെ ഉണ്ട്. എന്താണ് അവരുടെ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്ന സെഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഒരു ഹ്യൂജ് ഇവന്റ് ആണ്. കുറേ അധികം ഇതിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. കുറേ ഒന്നും നമ്മൾക്ക് ആവശ്യമില്ലാതാണ്. പക്ഷേ ഇവിടെ നമുക്ക് സോഹോന്റെ ഇത് കാണാം. നമ്മൾ അക്കൗണ്ട്സിന് യൂസ് ചെയ്യേണ്ടത് സോഹോ ബുക്സ് ആണ്. സോഹോ ബുക്സ് ആണ് നമ്മൾ അക്കൗണ്ട്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മുടെ അക്കൗണ്ട്സ് എല്ലാം മാനേജ് ചെയ്യുന്നത് ഇതിലാണ്. അപ്പോൾ അതിൻ്റെ ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ കുറേ ഇതിൻ്റെ ബാങ്കുകളൊക്കെയാണ്. നമുക്ക് 2 ബാങ്ക് ഉണ്ട് ഗൈസ്. ഓൾറെഡി നമുക്ക് HDFC അല്ല, ICICI ഫെഡറൽ ബാങ്കാണ്. ഞങ്ങൾക്ക് 2 ബാങ്ക് ഉണ്ട്. അപ്പം അതിൻ്റെ ഒന്നും ഞങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമില്ല. നമ്മൾ യൂസ് ചെയ്യണ കാര്യങ്ങളാണ് ഓൾറെഡി പറഞ്ഞ പോലെ. നമ്മൾ ഈ വി ഫുൾഫില്ലും സോഹോ ബുക്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ് അവിടെ നമുക്ക് DCG പാക്കിംഗ് ആൻഡ് ബിയോണ്ട് എന്ന് കാണാം. അവര് നമ്മളെ ഈ വെയർ ഹൗസ് സെറ്റപ്പ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും എന്നാണ് തോന്നുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി ചോദിച്ചിട്ട് വരാം. Hi, I would like to know about this packaging and beyond your We are a service provider. As per your requirement, we customize the packaging. Okay, so will you guys set up a warehouse thing like that for us? Is it like that? We can't set up. We are going to provide packaging material. Packaging. Packaging materials. Like tapes, corrugated boxes. Okay, so you will provide that things to us. According to your requirement. ഓക്കെ. അപ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പാക്കിംഗ് ചെയ്യാനുള്ള സാധനങ്ങൾ നമ്മൾക്ക് തരുന്ന, അതായത് പാക്കിംഗ് മെറ്റീരിയൽസ് നമുക്ക് തരുന്ന ഒരു കമ്പനിയാണ് ഇത്. പക്ഷെ അവർ പാക്കേജിങ്ങിനുള്ള നമ്മുടെ ഇപ്പോൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ആയിട്ടുള്ള ഈ സാധനങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും പാക്കേജിങ്ങിൻ്റെ സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഇവരെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ കുറച്ചും കൂടി അത് ഈസി ആയിട്ട് നമ്മൾക്ക് ചെയ്തു തരും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് സ്റ്റീൽ കോർ എന്ന് പറഞ്ഞൊരു ഇതിൻ്റെ കൂടെയാണ്. അപ്പോൾ ഇത് സ്റ്റീൽ കോറിൻ്റെ CEO ആണ്. അപ്പോൾ നമ്മൾക്ക് ചോദിക്കാം ഇതിന്റെ ഫീച്ചേഴ്സ് എന്താണ് എന്നുള്ളത് ചോദിക്കാം. ഹായ് സർ. Hello. So can you just tell to my audience like what is steel core and what are the features of steel core? Right. So if you see in last post-pandemic, a lot of D2C brand has emerged in India, and after conquering the domestic market, a lot of D2C brand wants to go international, right? Because that is where the real export is and real business is. So we provide a complete infrastructure for D2C brand, right from their compliance to importer record as a service to local warehousing, local last mile partner. So in short, we become their operating partner, operational partner. The brand can focus on doing marketing and growth for the D2C. They need to reinvent the wheel for every market. Okay. So we provide this service in more than 14 markets. Okay. Right, so that founder can focus on doing marketing and focusing on the customer, and doesn't need to worry about the operations part of it. Okay, so this will be useful for International markets, right? Okay. So we are available in 14 markets. Okay. So ഇവര് 14 മാർക്കറ്റ്സിൽ അവൈലബിൾ ആണ്. ലൈക്ക് ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഇ-കൊമേഴ്സ് ചെയ്യുന്നവർക്ക് സ്റ്റീൽ കോർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ആൻഡ് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ സാറിപ്പോൾ നമുക്ക് പറഞ്ഞു തന്നു. നമുക്ക് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിന്റെ കാര്യങ്ങളും നമ്പറും കോണ്ടാക്റ്റും എല്ലാം നിങ്ങൾക്ക് ഞാൻ തന്നേക്കാം. ഓക്കെ, താങ്ക് യു സർ സോ മച്ച്. Thank you very much. Yeah. Going to the payment page. Before the payment page, you have the delivery address page. We have a feature called dash checkout. Person puts in their number, their email ID, verifies with an OTP. I pre-populate all the residences that are mapped to your mobile, which enables you for a faster checkout in the first place. So rather than, every single time you're at a friend's house and you want to order Swiggy or Zomato,
every single time you need to add your new address. Then there's a feature where you can export the address from another app into yours, right? From Blinkit to Zomato, Zomato to Blinkit. It's not something like that, but if you have maybe 2-3 houses in Kochi and you order all your beauty products at one, maybe your some other car products or some other camera equipment that you all have at another address. But what if you go to order delivery page and you have to input it all over again? I think I would drop it. I also will drop So we have a product called Dash Checkout. Dash meaning as seamless as possible. I provide you 3 addresses. If you still want to change anything as part of that, they're from Kochi. They have a e-commerce store. They are running a 10,000 order rate on a month-to-month basis. Now they want to plan internationally. They're currently using Stripe. But what the problem that they're having is that they need a local bank account out there to receive payments, collect funds and every single thing. So they want to know more about our PACB offer. Yeah, and also we have students, like we are conducting a boot camp. So we have students there. So they are mainly from international students like Germany, UK and all. So they would like to start. Subscribing to their courses and everything. So they are using Stripe. So they need an alternative. So we need to know more about this. So I mean, as you know now, AirPay having a PACB license, right? Payment aggregator license we have for cross-border business in India. We have if we talk about international payment, you can an Indian merchant can receive payment via multi-currency account as well, virtual account services as well, and the checkout options as well. So we have both. So you can integrate this checkout system at your website or for your service-based product or your tangible goods as well. So you can use it. So we have that services. Currency will be you can say more than 50 currencies or 100 currencies you will be having. Multi-currency product you will be having, and the merchant, Indian merchant, will be receiving here in INR. They will be getting foreign inward remittance certificate as well against each and every foreign settlement they are receiving through AirPay. So it's a totally a legitimate way, a proper way to receive export payment or international payment. You have 10 students in your bootcamp as starter of your bootcamp. Every person is from a different country. They will pay in respective foreign currencies that they are belonging to the country that they are. But you will end up receiving money in INR. Okay. So this is like an alternative of Stripe. Is it like that? Yeah, a better Indian alternative. Yes. Indian alternative when we say, because under one roof you will be getting everything. Okay. The domestic payment, international payment, export, import, we have QR based services, POS services. So under one roof, I mean, from a small retailer to a big exporter or you can say a B2B merchant, we have everything. ഓക്കെ സോ ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് എയർപേ എന്ന് പറയുന്നത്. ഇതിൽ വൺ റൂഫിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എല്ലാം കിട്ടും. ലൈക്ക് ഡൊമസ്റ്റിക് പേയ്മെൻ്റ് ആണെങ്കിലും ഇന്റർനാഷണൽ പേയ്മെൻ്റ് ആണെങ്കിലും അവർക്ക് എല്ലാത്തിനുള്ള ലൈസൻസും കാര്യങ്ങളും ഉണ്ട്. ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ എയർപേ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയാനായിട്ട് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇവരെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ലൈക്ക് മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ പരിചയപ്പെടുത്തുന്നത്. നമ്മളുടെ ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിങ്ങിലാണെങ്കിലും മിക്കവാറും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് എയർപേ ആയിരിക്കും. കാരണം നമ്മളിപ്പോൾ അറിഞ്ഞത് വെച്ച് ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് നമുക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഇത്രേ ഉള്ളൂ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. So we have a community of students. How many students? Means like Now we have 17 students. so First we have a batch. community of 400 students. Okay. So we just want to introduce our students how fulfillment works in the e-commerce industry. Because we have to introduce importer as our partner here, because we are also getting a good experience for importer itself. Yeah. So we also want to recommend to our students itself. So we have we just want to introduce to our students. So can you get me on a 15 Like- introduction to our students? സോ നമ്മൾ നമ്മുടെ വൺ ഓഫ് ദ പ്രൊഡക്റ്റ് ചൈനയിൽ നമ്മൾ കൊണ്ടുവരുന്നത് ഈ ഇമ്പോർട്ടർ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം വഴിയാണ്. അപ്പം നമ്മൾ ഇതെന്താണ് എന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. നമുക്കപ്പോൾ സാറിനോട് ചോദിക്കാം. സർ, ക്യാൻ യു ജസ്റ്റ് ടെൽ അബൌട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ഇമ്പോർട്ടർ ടു മൈ ഓഡിയൻസ്? Yeah, I am Kunal Jain from importer.com. We have basically built up China to India B2B platform where we are enabling the Indian entrepreneurs, aspiring students who want to launch their own brand. The best part is they can log on to our platform. They can even order a single unit, or if they want to do it in dropshipping back-to-back order basis, that also we support them.
So what is the biggest challenge in the brand launching is the MOQs and the high investment and the logistics and the payments and everything. We are giving end-to-end solution where people just need to go to our site, search the product, place the order, and rest we will manage, starting from making the payments to the supplier and bringing it to the Indian and doing the last mile delivery. So our vision is to have minimum 1,000 brands in next 3 years, which we are supporting them to launch in India. You have a lot of students in your community. They want to start their own brand. Right now, the challenge with them will be the limited funds. They don't have the clarity which product they should launch. With us, they can come to know like this is the selected products. They can do that. They can test them. Once they get the good confidence, then they can scale that and launch their in their own brands. Yes. Okay. അപ്പോൾ നമ്മൾ ഈ ഒരു ഇമ്പോർട്ടർ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം വഴി നമുക്ക് ചൈനയിൽ നിന്ന് പ്രൊഡക്ട്സ് ഇങ്ങോട്ട് കൊണ്ടുവരാം. അതുപോലെ തന്നെ അതിപ്പോൾ ഭയങ്കര ഒരു എമൗണ്ട് ഓഫ് പ്രൊഡക്ട്സ് കൊണ്ടുവരണമെന്നില്ല. നമുക്ക് ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് അത് ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള നല്ല പ്രൊഡക്ട്സ് കണ്ടുപിടിക്കാനും ഇവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അത് സ്കെയിൽ ചെയ്യാനും ഈ ഒരു പ്ലാറ്റ്ഫോം വഴി നമുക്ക് പറ്റും. ഓക്കെ, വി ആർ സോ ഹാപ്പി ടു മീറ്റ് യു. Thank you. Same here. Yeah. And we will just keep your things in our description. ഇവിടെ ഫുൾ നിങ്ങൾ കണ്ടു AI വെച്ച് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് നമ്മുടെ ഫോജ് AI എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോജ് വെച്ചിട്ട് നമുക്ക് ഒരു ഷോപ്പിഫൈ സ്റ്റോർ തന്നെ ജസ്റ്റ് 1 മിനിറ്റ് കൊണ്ട് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇവരുടെ ഈ ടൂളിൽ ഇവർ കുറേ ഫീച്ചേഴ്സൊക്കെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൂൾ ട്രൈ ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അതിന് ലിങ്കിനായിട്ടേക്കാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളുടെ ഇവൻറ്റ് ഏകദേശം ഒക്കെ കഴിയാറായി. ഇപ്പോൾ ടൈം ഏകദേശം എനിക്ക് തോന്നുന്നു 4 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ കുറേ പേരായിട്ട് കണക്ട് ചെയ്തു, നമ്മൾ കുറേ പേരെ കണ്ടു. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ലിങ്ക്സും കാര്യങ്ങളും മെയിൽ ID എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് കണക്ട് ചെയ്യണമെങ്കിൽ കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാനോ ഇ-കൊമേഴ്സ് സ്റ്റാർട്ട് ചെയ്യാനോ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞു തരണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്കും ഇങ്ങനത്തെ ഇവൻറ്റ്സിലൊക്കെ പങ്കെടുക്കാൻ പറ്റും. വൺസ് നമ്മൾ ഇങ്ങനത്തെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇങ്ങനത്തെ ഇവൻറ്റ്സിൽ വരാൻ പറ്റുന്നതാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ മലയാളികളായിട്ട് കേരളത്തിൽ. ബാക്കി എല്ലാവരും വേറെ സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ. അല്ലാതെ ഇത് ഒരു മലയാളി പോലും ഞങ്ങളിതുവരെ ഇതിൽ കണ്ടുപിടിച്ചിട്ടില്ല. 12,000 ആൾക്കാർ വന്നിട്ടുണ്ട്. നമുക്ക് ആരെയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് കുറേ ഇൻസൈറ്റ്സ് കിട്ടി. ഞങ്ങൾക്ക് കുറേ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. പിന്നെ ഞങ്ങളിപ്പോൾ ഇൻ്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിനുള്ള കണക്ഷൻസും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയുള്ള വീഡിയോസിൽ ഇൻ്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും ഇ-കൊമേഴ്സ് സ്റ്റാർട്ട് ചെയ്യണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ബൂട്ട് ക്യാമ്പിൽ ചേരാം, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ ഗൈസ് ആൻഡ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ.